ഹലോ കൂട്ടുകാരെ. അപ്പം നമുക്കിന്ന് നല്ലൊരു അടിപൊളി ഓണം തീമുമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി ചിത്രം വരക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വരക്കുന്നത് മാവേലിയാണ്. മെയിൻ നമ്മുടെ ക്യാരക്ടറായിട്ട് വരുന്നത് മാവേലിയാണ്. അപ്പോൾ മാവേലിയുടെ കിരീടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 2B പെൻസിലാണ്. ആർട്ട്ലിൻ എന്ന ബ്രാൻഡിൻ്റെ 2B പെൻസിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ഔട്ട്ലൈൻസ് ഇടുകയാണ്. ആദ്യമായിട്ട് മാവേലിയുടെ കിരീടത്തിൻ്റെ പോർഷൻസ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസ് ഇടുകയാണ്. ശ്രദ്ധിച്ച് നോക്കുക. ചെറിയ സർക്കിൾ വരച്ചു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന ആ കിരീടത്തിൻ്റെ പോർഷൻസ് പതിയെ പതിയെ വരയ്ക്കുകയാണ്. കറക്റ്റായിട്ട് ഇവിടെ വരയ്ക്കുക. ശ്രദ്ധിച്ച് മുകളിലോട്ട് വരുന്ന ആ പൊന്തിയേക്കുന്ന ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സെൻറ്റർ ലൈൻ ലൈറ്റായിട്ട് ഇടാം. അവിടെ ജസ്റ്റ് ഒരു ഡിസൈൻ വരക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ ലൈൻ ഇട്ടിട്ട് ബാക്കി ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ ഡിസൈൻസ് നമുക്ക് വരച്ചിടാം. പിന്നെ നമുക്ക് ഉള്ളിൽ ചെറിയ ബോർഡർ കൊടുക്കാം കിരീടത്തിൻ്റെ. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഇതുപോലെ ചെറുങ്ങനെ വരക്കുക. ഫുള്ളായിട്ടൊന്ന് വരക്കണം. കിരീടം ഫുള്ളായിട്ട് കവറാകുന്ന പോലെ ഫുള്ളായിട്ട് നമുക്കിവിടെ വരച്ചിടാം. ഇവിടെ ലാസ്റ്റ് എൻഡിങ് വരെ നമ്മൾ പതിയെ പതിയെ വരക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിരീടത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്യാം. ഫുള്ള് വരച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് വിടുക. ഫുള്ളായിട്ടൊന്ന് ബോർഡറൊക്കെ കട്ടിയാക്കി വിടുക. പിന്നെ നമുക്ക് ചെവി ഒന്ന് ജസ്റ്റ് വരക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാവേലിയുടെ ഇട്ടിരിക്കുന്ന ആ തിലകം ജസ്റ്റ് വരക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ പിരികം വരച്ചു. അതുപോലെ തന്നെ കണ്ണും നമുക്ക് വരക്കാം. ഇതൊരു മൂടിയിരിക്കുന്ന ഒരു സ്മൈലി ഫേസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജസ്റ്റ് മൂടിയിട്ടുള്ള ആ ഒരു കണ്ണായിട്ട് നമുക്ക് ഇവിടെ വരക്കാം. പിന്നെ മൂക്ക് വരക്കുക. മൂക്ക് വരച്ചു. ഇനി നമുക്ക് വലിയൊരു കൊമ്പൻ മീശ വരക്കാം. രണ്ട് സൈഡിലും പൊങ്ങി നിൽക്കുന്നൊരു കൊമ്പൻ മീശ നമുക്ക് വരക്കാം. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഇവിടെ 2 കൊമ്പൻ മീശ നമ്മൾ വരക്കുന്നുണ്ട് മാവേലിയുടെ. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വിടുക. ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. മീശ ഒന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതുപോലെ കൺപിരികവും നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചുണ്ടൊന്ന് വരയ്ക്കുക. അപ്പോൾ ഇവിടെ വായി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഫേസാണ്. അപ്പോൾ 2 പല്ലും ജസ്റ്റ് ഒന്ന് കാണിക്കുക. പിന്നെ താഴോട്ട് വരുന്ന ഫേസിൻ്റെ ഒരാകൃതി, അതുപോലെ തന്നെ ആ ഷേപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഉണ്ട ഷേപ്പ് നമുക്ക് ജസ്റ്റ് വരക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫേസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുന്ന കാതിലും നമുക്ക് 2 സൈഡിലെ കാതിലും നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ കാതിലും നമ്മൾ സെറ്റായിട്ടുണ്ട്. ചെവിയും ജസ്റ്റ് ഒന്ന് വരക്കുക ലെഫ്റ്റ് സൈഡിലെ. പിന്നെ നമുക്ക് കൈയുടെ പോർഷൻസ് വരക്കാം. കൈക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു വള ജസ്റ്റ് ഒന്ന് വരക്കുക. പിന്നെ ചെസ്റ്റിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസ് ഇടുക. ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെസ്റ്റ് വരച്ചു. അതുപോലെ തന്നെ വലിയൊരു മാലയുടെ ലോക്കറ്റ് വരക്കുന്നുണ്ട്. കുറച്ച് നല്ല രീതിയിൽ റൗണ്ട് ഇട്ടിട്ട് അവിടെ കറക്റ്റായിട്ട് ചെറിയ ചെറിയ റൗണ്ട് ഇട്ട് മാല നമുക്ക് വരക്കാം. ചെറിയ റൗണ്ട്, അതിൻ്റെ ഉള്ളിലും ചെറിയ റൗണ്ടായിട്ട് ഇടുക. അപ്പോൾ 2 സൈഡിലും വരക്കുക. 2 സൈഡും വരച്ചിട്ട് അവിടെ കഴുത്തിൻ്റെ അവിടെ യോജിപ്പിക്കുക. പിന്നെ ഉള്ളിലത്തെ ചെറിയൊരു മാലയും നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. 2 മാലയാണ് ഇതിലുള്ളത്. പിന്നെ ബാക്കി വരുന്ന ആ ചെസ്റ്റിൻ്റെ പോർഷൻസും അതുപോലെ തന്നെ ആ ക്ലോത്തിൻ്റെ ഭാഗം നമുക്ക് വരക്കാം. പിന്നെ നമുക്കിവിടെ കൈയുടെ പോർഷൻസ് മുകളിലോട്ട് നിൽക്കുന്ന കൈയുടെ പോർഷൻസ് വരക്കാം. പിന്നെ കൈവള വരക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കൈവള വരച്ചു. നമുക്ക് കൈ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കൈയാണ് വരക്കേണ്ടത്. ഓക്കെ, ബാക്കി വരുന്ന വിരലൊക്കെ ജസ്റ്റ് റെഡിയാക്കി എടുക്കുക ലെഫ്റ്റ് സൈഡിൽ. പിന്നെ ബാക്കി വരുന്ന കൈവളയുടെ ആ ഒരു പോർഷൻസും ഡീറ്റെയിൽസും നമുക്ക് വരക്കാം. പിന്നെ താഴോട്ട് വരുന്ന ഉടയാടയാണ് വരക്കേണ്ടത്. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് ഒരു ഡബിൾ ബോർഡറായിട്ട് കൊടുക്കുക. 2 ബോർഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് താഴോട്ട് വരുന്ന ക്ലോത്തൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക. പാറി നിൽക്കുന്ന ഒരു ക്ലോത്ത്, അതുപോലെ തന്നെ മുടിയുടെ പോർഷൻസും ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. പിന്നെ നമുക്ക് ബാക്കി വരുന്ന റൈറ്റ് സൈഡിലെ കൈയൊന്ന് നമുക്ക് വരക്കാം. മുകളിലോട്ട് പൊന്തിച്ച് നിൽക്കുന്ന സെയിം ആംഗിളിൽ പൊക്കി നിൽക്കുന്ന ഒരു പോർഷൻസാണ് കാണിക്കേണ്ടത്. കൈ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുള്ള, വിരലൊക്കെ ഓപ്പൺ ആക്കിയിട്ടുള്ള ആ ഒരു പോർഷൻസ്, കുറച്ച് സ്മൈലി ഫേസ് ആയിട്ടുള്ള മാവേലിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന പാറി നിൽക്കുന്ന ക്ലോത്തൊക്കെ ജസ്റ്റ് ഒന്ന് വരക്കുക. പിന്നെ താഴോട്ട് വന്ന കരഭാഗം അതൊക്കെ ജസ്റ്റ് വരക്കുക. റൈറ്റ് സൈഡിലത്തെ സെയിം നമുക്കിങ്ങനെ വരച്ചെടുക്കാം. 2 ക്ലോത്ത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. താഴോട്ട് വരുന്ന താഴോട്ട് നിൽക്കുന്ന ആ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് വരക്കാം. അവിടെ ഒന്ന് വരക്കാം. ജസ്റ്റ് ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഒരു മുണ്ടിൻ്റെ ഒരു പോർഷൻസും വരക്കാം. പിന്നെ ജസ്റ്റ് ചുടികളൊക്കെ ഒന്ന് കാണിക്കുക. അതുപോലെ തന്നെ കാല് വരക്കുക. ആ ചെരുപ്പും ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. 2 സൈഡിൽ കാലും ജസ്റ്റ് ഒന്ന് വരച്ചു. നമുക്ക് ചെരുപ്പും നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഓണത്തിൻ്റെ മെയിൻ ക്യാരക്ടർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. മാവേലി നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്തൊരു ചിത്രം വരക്കാം. ഒരു പെൺകുട്ടി ഇങ്ങനെ പൂക്കൾ പറിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ വരക്കുന്നത്. ഒരു താളിൻ്റെ ഇലയുണ്ട്, അപ്പോൾ അത് പിടിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി. പിന്നെ ഇവിടെ ഫേസ്, അതായത് മുടിയുടെ പോർഷൻസ് വരക്കാം. മുടിയും അതുപോലെ തന്നെ ചെറിയൊരു മുല്ലപ്പൂക്കെ ചൂടിയിട്ടുള്ള ഒരു പെൺകുട്ടി വരയ്ക്കുകയാണ്. പിന്നെ ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു പെൺകുട്ടിയാണ് വരക്കുന്നത്. അപ്പോൾ മുടിയുടെ പോർഷൻസ് വരച്ചു, അതുപോലെ തന്നെ ഫേസിൻ്റെ ആകൃതി നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൺപിരികം വരക്കാം രണ്ട് സൈഡിലും. അപ്പോൾ ഈ താളിൻ്റെ ചപ്പം മറഞ്ഞുകൊണ്ട് ഒരു കണ്ണ് നമുക്ക് അധികം കാണാൻ പറ്റില്ല. അപ്പോൾ ബാക്കി വരുന്ന കണ്ണ് വരക്കുക. പിന്നെ മൂക്കൊന്ന് ജസ്റ്റ് റെഡിയാക്കി എടുക്കുക, അതുപോലെ തന്നെ ചുണ്ടും നമുക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഫേസൊക്കെ ഏകദേശം റെഡിയായി. ബാക്കി വരുന്ന മുടിയുടെ പോർഷൻസും ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ് ചെയ്ത് വിടുക. നമുക്ക് താഴോട്ട് വരുന്ന കഴുത്തിൻ്റെ ഭാഗം വരക്കാം, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ആ പോർഷൻസും ജസ്റ്റ് വരക്കുക. ബാക്കി വരുന്ന ആ കൈ ഇങ്ങനെ ഒരു പൂവിൻ്റെ കൊട്ട പിടിച്ചിരിക്കുന്ന ഒരു പോർഷൻസാണ് കാണിക്കേണ്ടത്. അപ്പോൾ പൂക്കുട്ടയുടെ ആ പിടിയും അതുപോലെ തന്നെ ബാക്കി വരുന്ന പൂക്കുട്ടയുടെ ആകൃതിയും നമുക്ക് ജസ്റ്റ് വരക്കാം. ഷേപ്പ് നമുക്ക് ജസ്റ്റ് വരച്ചു വിടുന്നുണ്ട്. ബാക്കി ലൈൻസിലൂടെ എവിടെ ഇടുക, ബാക്കി ഫ്ലവേഴ്സൊക്കെ അതിൽ നിറച്ചിട്ട് കാണിക്കുക. പിന്നെ ബാക്കി വരുന്ന കൈയുടെ പോർഷൻസും ജസ്റ്റ് ഒന്ന് വരക്കുക. പിന്നെ ഡ്രസ്സിൻ്റെ ക്ലോത്തിൻ്റെ ഭാഗം വരക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ താളിൻ ചപ്പില പിടിച്ചിരിക്കുന്ന കൈയൊന്ന് നമുക്ക് വരക്കാം. കറക്റ്റായിട്ട് കൈയുടെ പോർഷൻസും വരച്ചിട്ടുണ്ട്. രണ്ട് കൈയും നമുക്ക് റെഡിയാക്കി. ഇനി ബാക്കി വരുന്ന ക്ലോത്തിൻ്റെ പോർഷൻസ് വരക്കാം. ബാക്കി വരുന്ന താഴോട്ടുള്ള പോർഷൻസൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് കരയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടർ നമുക്ക് റെഡിയായി. നമുക്ക് ഒരു വള്ളംകളി വരക്കാം, ചെറിയൊരു വള്ളംകളിയും വരക്കാം. മെയിനായിട്ടുള്ള ഓരോരോ ഓണവുമായി സംബന്ധിച്ച ഓരോരോ പിക്ചറാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓണം സംബന്ധിച്ച ഏതെങ്കിലും ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വരക്കാം. അപ്പോൾ എല്ലാ തീമും നമുക്കായി. അപ്പോൾ ഇവിടെ തോണി ഞാൻ വരച്ചു, വള്ളം വരച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ വള്ളത്തിൽ തുഴയുന്ന ആൾക്കാരെ ഒന്ന് വരക്കാം ഓരോരാളായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഫേസ് കാണിക്കുക. ഫേസ് കാണിച്ചിട്ട് പിന്നെ തുഴയൊന്ന് പിടിക്കുന്ന ഒരു ആംഗിൾ വരക്കുക. രണ്ട് കൈയും വരക്കുക. ഒരു കൈ മുകളിലോട്ടായിരിക്കും, ഒരു കൈ താഴോട്ടും. പിന്നെ ബാക്കി വരുന്ന തുഴയൊന്ന് വെള്ളത്തിലേക്കൊന്ന് ടച്ച് ചെയ്ത് കാണിക്കുക. പിന്നെ ഇരിക്കുന്ന പോർഷൻസും ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇതുപോലെ തന്നെ സെയിം കോപ്പി അടിച്ചിട്ട്, അതായത് മൂന്ന് പേരെ നമുക്കിവിടെ ആഡ് ചെയ്യാം. കുറച്ച് ഫേസൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട്, കുറച്ച് ആംഗിളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു പോർഷൻസ് ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക. സെയിം തുഴയൊന്ന് വരച്ച് ബാക്കി ഇരിക്കുന്ന പോർഷൻസൊക്കെ ജസ്റ്റ് വരയ്ക്കുക. ഇങ്ങനെ മൂന്നാളെ ഒന്ന് ജസ്റ്റ് വരയ്ക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ ആ വള്ളംകളിയുടെ ആ ഒരു തീമും നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി മൂന്നാളെയും ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലോട്ട് പോകുന്നതോറും നമ്മളെ ഫേസും അതുപോലെ തന്നെ സ്ട്രക്ചറും കുറച്ച് ചെറുതായിട്ട് വരും. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു കഥകളിയുടെ ചിത്രമാണ്. കഥകളിയുടെ ഫേസ് ജസ്റ്റ് ഒന്ന് വരക്കാം. നമുക്ക് പേപ്പറിൽ എവിടേക്കാണോ കാലില്ല അവിടെയൊക്കെ നമുക്ക് ഓണമായിട്ട് സംബന്ധിച്ച തീംസ് നമുക്ക് വരച്ച് കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ഇപ്പോൾ ഓണത്തിനൊക്കെ ഓണാഘോഷ പരിപാടിക്കൊക്കെ ഡ്രോയിങ് ചിത്രരചന മത്സരം ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വരക്കാൻ പറ്റിയ നല്ലൊരു തീമാണ്. അപ്പോൾ ഏതെങ്കിലും ഡ്രോയിങ് ഇഷ്ടമുള്ള കൂട്ടുകാരാണെങ്കിൽ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് വിടുക വീഡിയോസൊക്കെ. അപ്പോൾ അവർക്ക് നല്ല ഉപകാരപ്രദമായിക്കോട്ടെ. അപ്പോൾ ബാക്കി വരുന്ന കണ്ണുകളൊന്ന് ജസ്റ്റ് വരയ്ക്കുക. കഥകളുടെ കണ്ണുകൾ ജസ്റ്റ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂക്കും ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. മൂക്കും ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ടു. അതുപോലെ ചുണ്ടൊന്ന് വരച്ചു വിടുക. ചുണ്ട് തടിച്ചൊരു ചുണ്ടും ജസ്റ്റ് വരച്ചിട്ടുണ്ട് കഥകളിയുടെ. ബാക്കി വരുന്ന ഫേസിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു. അതുപോലെ തന്നെ ബാക്കി വരുന്ന ആ പോർഷൻസും നമ്മൾ വരച്ചു. പിന്നെ ചെറിയ റൗണ്ട് സർക്കിൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലും ചെറിയൊരു സർക്കിൾ ഇടുക. അപ്പോൾ നമ്മളെ കഥകളി ജസ്റ്റ് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 4 ക്യാരക്ടറായിട്ടുണ്ട് അപ്പോൾ ഓണത്തിന്. അപ്പോൾ ബാക്കി ചെറിയൊരു സ്പേസ് ഇവിടെ റൈറ്റ് സൈഡ് കോർണറിൽ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു ഓണപ്പൂക്കളം ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക. ജസ്റ്റ് ഒരു പൂക്കളം ഒന്ന് വരച്ചു വിടുക. ഞാൻ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു ഓണപ്പൂക്കളം വരയ്ക്കുകയാണ്. വലിയ ഡിഫിക്കൽട്ടും ഇല്ലാത്ത ചെറുങ്ങനെ ഒന്ന് വരച്ചു വിടുന്നുണ്ട്. ലൈറ്റായിട്ട് 2 സർക്കിൾ ഇട്ടിട്ട് അവിടെ ഉള്ളിൽ ചെറിയൊരു ബോർഡറൊക്കെ കൊടുത്ത് അത്രയേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ബോർഡർ എടുത്ത് വിടുക. അപ്പോൾ നമ്മളെ ഓൾമോസ്റ്റ് നമ്മൾ ഓണം സംബന്ധിച്ച തീംസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു പേപ്പർ ഫുള്ളായിട്ട്